പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ അധ്യക്ഷനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യാക്കോബായ സഭ. ഇനിയും ഈ സഭാ തർക്കം തലക്കെട്ടുകളാക്കരുതെന്ന് യാക്കോബായ സഭ അധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് മാർ ഗ്രിഗോറിയസ് കാതോലിക്ക ബാവ. സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്നും ആഹ്വാനം. പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ശ്രമം നമുക്ക് തുടരാം. ആരുമായിട്ടും ഏത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ദേവലോകത്തെ ബാവായോട് നേരിട്ട് സംസാരിക്കാൻ ഐ എം റെഡി, ഐ എം വില്ലിംഗ് ടു ടോക്ക് ടു ഹിം. അതിനൊന്നും എനിക്ക് ആരോടും പ്രത്യേക അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യം. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയുണ്ട്, സമിതികളുണ്ട്, പരിശുദ്ധ പത്രീർക്കീസ് ബാവായുണ്ട്. ഞാനായിട്ടൊരു തീരുമാനവും എടുക്കുന്നില്ല, അതിനുള്ള അധികാരവും എനിക്കില്ല. മനസാക്ഷി വോട്ടാണ് ചെയ്യേണ്ടതെന്നും സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായെന്നും ബസേലിയോസ് ജോസഫ് മാർ ഗ്രിഗോറിയസ് കാതോലിക്ക ബാവ പറഞ്ഞു. സഭയുടെ വിശ്വാസികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്, യാക്കോബായക്കാരും എല്ലാം കാൻഡിഡേറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുന്നത് ശരിയല്ലല്ലോ. മുഖ്യമന്ത്രി സഭയ്ക്ക് ഒരു ആശ്വാസമുണ്ടാകും, സഭയുടെ അസ്തിത്വം നിലനിർത്തും എന്നാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിയമനിർമ്മാണം നടത്താമെന്നിവിടെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. പക്ഷേ സഭയെ അദ്ദേഹം കരുതലോടുകൂടിയാണ് സഭയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതും സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ സംരക്ഷിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്ക് അദ്ദേഹം ഈ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം മനസാക്ഷി വോട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ് ഇനിയും ഈ സഭാ വിഷയങ്ങളൊന്നും തന്നെ തലക്കെട്ടാകരുത് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി വളരെ സമാധാനപരമായി നന്നായി തന്നെയാണ്, പോസിറ്റീവായിട്ടാണ് ഇവരുടെ പ്രശ്നങ്ങളിൽ നിലപാടുകൾ എടുത്തത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഒരു പ്രസ്താവനയായി തന്നെ കാണണ്ടേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസമില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമല്ലേ? സ്മിത, ഇന്നലെ യാക്കോബായ സഭയെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന്റെ ദിവസമായിരുന്നു. പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തിരുന്നു. 6 പള്ളികൾ ഏറ്റെടുക്കണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. എന്നാൽ സർക്കാർ അങ്ങനെ പള്ളികൾ ഏറ്റെടുത്ത് നൽകേണ്ടതില്ല എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യാക്കോബായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബസേലിയോസ് ജോസഫ് പ്രഥമന്റെ ഈ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് ഇനിയും ഓർത്തഡോക്സ് സഭയുമായി താൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിനൊരു തടസ്സവുമില്ല. ഈ സഭാ തർക്കങ്ങൾ ഇനി പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ ആക്കരുത്, നമുക്ക് സഹോദരങ്ങളെ പോലെ ജീവിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. വ്യവഹാരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കേവലം നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഇത്രയും സ്വത്തുക്കൾ നിയമവ്യവഹാരത്തിന് വേണ്ടി സഭകൾ മാറ്റിവെക്കേണ്ടി വരുന്നു, അതൊക്കെ ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ വരുന്ന ഭാവി തലമുറയ്ക്ക് ഈ കേസിന്റെ പൊല്ലാപ്പുകൾ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട സാഹചര്യമില്ല എന്നുകൂടി അദ്ദേഹം പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനടക്കം അദ്ദേഹം അംഗീകരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ പുത്തൻകുരിശ് എത്തി ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് ഏറെക്കുറെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിയമനിർമ്മാണം നടത്തും അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് സർക്കാർ പോകാത്തതിൽ സഭയ്ക്കുള്ളിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. പക്ഷെ അതിൽ സർക്കാരിൻ്റെ പരിമിതികൾ തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയും സഭാ തർക്കം പരിഹരിച്ചിരുന്നു. പരമാധ്യക്ഷൻ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. ആ ഇടപെടലും വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു എന്നാണ് ബസേലിയോസ് കാതോലിക്ക പ്രഥമൻ ബാവ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിലൊരു ശുഭാന്ത്യം ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. സാധാരണഗതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറെക്കുറെ ഇടതുപക്ഷത്തോട് അടുപ്പിച്ച് നിൽക്കുന്ന ഒരു നിലപാടാണ് യാക്കോബായ സഭ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, മനസ്സാക്ഷി വോട്ടാണ് ചെയ്യേണ്ടത്. സഭയിലെ അംഗങ്ങളൊക്കെ വിവിധ മുന്നണികളുടെ പ്രതിനിധികളായി മത്സരിക്കുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടു എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അവർക്ക് മുൻപിലുണ്ട്. അപ്പോൾ സഭാംഗങ്ങളൊക്കെ അവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യുക, അങ്ങനെ ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് സഭ പറയുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അതെല്ലാ മുന്നണികൾക്കും നിർണായകമാണ്. ചില 7ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് കൃത്യമായ സ്വാധീനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ തീരുമാനങ്ങളൊക്കെ ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതോടൊപ്പം തന്നെ സഭാ തർക്കം പരിഹരിക്കാനുള്ള നടപടികൾ വേണമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.